AI ടെക്നോളജിയിൽ ആഗോള മാനദണ്ഡങ്ങൾ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ ലോകത്ത് ഉള്ളടക്കത്തിന് ആധികാരികത ഉണ്ടായിരിക്കണം. AI സൃഷ്ടികൾക്ക് വ്യക്തമായ ഉറവിട മാനദണ്ഡങ്ങൾ വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ നടക്കുന്ന ആഗോള AI ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിലെ AI വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ലോകത്തിന് മുഴുവൻ ക്ഷേമവും സന്തോഷവുമാണ് രാഷ്ട്രത്തിന്റെ ആശയമെന്നും വ്യക്തമാക്കി. ट्रांसफॉर्मेटिव पावर है। दिशाहीन हुई तो डिसरप्शन, सही दिशा मिली तो सॉल्यूशन। एआई को मशीन सेंट्रिक से ह्यूमन सेंट्रिक कैसे बनाएं, संवेदनशील और उत्तरदायी कैसे बनाएं, यही इस ग्लोबल एआई इंपैक्ट समिट का मूल उद्देश्य है। साथियों, भारत एआई को किस दृष्टि से देखता है उसका स्पष्ट प्रतिबिंब इस समिट की थीम में है। सर्वजन हिताय, सर्वजन सुखाय। ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, ഈ ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന AI ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് AIയുടെ അനന്തമായ സാധ്യതകളെപ്പറ്റി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഡൽഹിയിൽ നടക്കുന്ന AI ഉച്ചകോടിയിൽ ഇന്ന് നിർണായക ദിവസമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടാതെ 20ഓളം രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഒരുമിച്ച് ഉച്ചകോടിയിൽ പങ്കെടുത്തു. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാമുള്ള വാക്കുകളാണ് വിവിധ ഭരണാധികാരികൾ നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായി തന്നെ AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. മുമ്പ് ഇൻ്റർനെറ്റ് സൗകര്യം നിലവിൽ വരുന്ന കാലഘട്ടത്തിൽ അതിനെ എതിർക്കുകയും അല്ലെങ്കിൽ അത് തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടുത്തുമെന്ന വലിയ പ്രചാരണമുണ്ടായിരുന്നു. ഇന്ന് എന്താണ് സാഹചര്യം എന്നുള്ളത് ലോകം മുഴുവൻ കാണുകയാണ്. അതുപോലെ തന്നെയാണ് AI-യുടെ സാധ്യതകൾ മുതലെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ വലിയ പരിണാമം സംഭവിക്കും. നമ്മൾ പുതിയൊരു യുഗത്തിലേക്കാണ് കടക്കുന്നത്. മനുഷ്യനും നിർമ്മിത ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് പരിഗണിക്കുകയും ഒരുമിച്ച് പരിവർത്തനം നടത്തുകയും ചെയ്യുന്ന യുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് വലിയ സാധ്യതകൾ ഈ നിർമ്മിത ബുദ്ധിക്കുണ്ട്. ഒപ്പം അതിൻ്റെ ചില ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ കൂടി പ്രധാനമന്ത്രി എടുത്തു പറയുകയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AI സൃഷ്ടികൾക്ക് വ്യക്തമായ ഉറവിട മാനദണ്ഡം വേണം എന്നുള്ളതാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി ക്രമക്കേടുകൾ, വ്യാജ വാർത്തകൾ, വ്യാജ കണ്ടന്റുകൾ, വ്യാജ ഉള്ളടക്കങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. അത്തരം മുഴുവൻ ക്രമക്കേടുകളും തടയുന്നതിന് AI സൃഷ്ടികൾക്കൊരു വ്യക്തമായ ഉറവിട മാനദണ്ഡം വേണം. കൂടാതെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, അത്യാധുനിക സാങ്കേതിക വിദ്യയെ നമ്മൾ ആകാശത്ത് സ്വതന്ത്രമായി വിട്ടാൽ പോലും അതിൻ്റെ അന്തിമ തീരുമാനമെടുക്കാനുള്ള ശക്തി മനുഷ്യനിലായിരിക്കണം. അത് യാതൊരു കാരണവശാലും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്ന കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ട്. അത്തരത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിൽ ഭാരതം എത്രത്തോളം വളർന്നിട്ടുണ്ട്, അതിൽ എത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനും മുൻപോട്ട് പോകാനും ഭാരതത്തിന് സാധിച്ചു എന്ന കാര്യങ്ങൾ കൂടി പ്രധാനമന്ത്രി എടുത്തു പറയുകയുണ്ടായി. കൂടാതെ ഡിജിറ്റൽ മേഖലയിൽ ഭാരതത്തിൻ്റെ നേട്ടങ്ങളും വളർച്ചയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. കൂടാതെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, അത് പുരാതന കാലത്താണെങ്കിലും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പുതിയ യുഗത്തിലാണെങ്കിലും മുഴുവൻ ലോകത്തിൻ്റെയും ക്ഷേമവും സന്തോഷവുമാണ് രാഷ്ട്രത്തിൻ്റെ ആശയം എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി എടുത്തു പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, കൂടാതെ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലുല ഡ സിൽവ, ഭൂട്ടാൻ പ്രധാനമന്ത്രിയും സാധ്യതകളെ പറ്റിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശകലനം ചെയ്തത്. ഡൽഹി ഭാരത് മണ്ഡപത്തിൽ AI ഉച്ചകോടി പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്.